ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ വേറെ ഒന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പരിചയത്തിലുള്ള ഒരാളുടെ കൂടെ ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയിൽ പോയി. അപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് UK പോകേണ്ടത്. ഇവർ കൺസൾട്ടൻസിയിൽ ചെന്നപ്പോൾ ഇവർക്കറിയില്ല ഞാനൊരു 7 വർഷം 8 വർഷം UK നിന്ന ആളൊന്നും ഈ കൺസൾട്ടൻസിത്തെ ആൾക്കാർക്ക് അറിയില്ല. ഞാൻ ഇവൻ്റെ കൂടെ ഒരു റാൻഡം ആളായിട്ട് പോയി, അത്രേ അവർക്ക് അറിയുള്ളൂ. അവൻ്റെ ഫ്രണ്ട് അങ്ങനെ അത്ര കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ കൺസൾട്ടൻസിത്തെ ആൾക്കാർ ഇവൻ UK കുറിച്ച് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് ഇവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി, ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം ഇവരവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്തിട്ട് അത് ചെയ്യാം, നിങ്ങൾക്ക് മറ്റേ നിങ്ങൾക്ക് വിസ കിട്ടാൻ എളുപ്പമാണ്, മറ്റേത് എളുപ്പമാണ്, എല്ലാം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം യഥാർത്ഥത്തിൽ UK നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, അവിടെ എത്ര ടഫാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലും അവിടെ ബാഡാണെന്നോ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നല്ല. പക്ഷേ ഇവിടുത്തെ കൺസൾട്ടൻസികൾ ഒരാളെ, ഞാൻ എല്ലാ കൺസൾട്ടൻസികളല്ല പറയുന്നത്, ഞാൻ ഏത് കൺസൾട്ടൻസിയിൽ പോയി എന്നുള്ളതും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ കൺസൾട്ടൻസീസ് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ 100% അല്ല, അതിൻ്റെ ഒരു 50% വിളിച്ചുള്ളത് സത്യമല്ല. ഇവർ വെറുതെ ഇവർക്ക് സ്റ്റുഡൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. എനിക്കും മനസ്സിലാവുന്നില്ല, ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ നിങ്ങൾ ലോണൊന്നും എടുത്ത് പോയി കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമല്ലാന്ന്, അതൊക്കെ അവിടെ ചെന്ന് സിമ്പിളായിട്ട് വീട്ടാന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ഈ സിമ്പിളായിട്ട് വീട്ടിൽ. ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത ആളാണ് ഞാൻ. ഈ പാർട്ട് ടൈം ജോബ് ആണെങ്കിലും ഫുൾ ടൈം ജോബ് ആണെങ്കിലും നല്ല രീതിയിൽ പണിയെടുക്കണം, അല്ലാണ്ട് ഒന്നും അവിടുന്ന് കാശിട്ടില്ല. പിന്നെ ഈ ഒരാൾ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് അയാൾ ഒരു ഫൈനാൻഷ്യലി സെറ്റ് അല്ലാത്ത ഒരാളാണെങ്കിൽ, ഇവിടുന്ന് കുറേ ലോണും പരിപാടിയൊക്കെ എടുത്ത് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ സ്റ്റഡീസോ അല്ലെങ്കിൽ അയാളുടെ ക്യാമ്പസ് ലൈഫോ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഫൈനാൻഷ്യൽ ബേർഡൻ ഉണ്ടായതുകൊണ്ട് തന്നെ അയാൾക്ക് ഇത് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് വീട്ടാനുള്ള തിരക്കിലായിരിക്കും അയാൾക്ക് വേറെ ഒന്നും എൻജോയ് ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പോൾ ഇതൊന്നും അല്ല ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ വിസ മറ്റൊന്ന് കിട്ടും, മറ്റേ വിസ കിട്ടും, ഈ വിസ കിട്ടും, എന്തിന്? അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ആരെങ്കിലും UK അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിലോട്ട് പോകാനുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ കൺട്രിയിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ പെർട്ടിക്കുലർ കൺട്രിയിൽ ആരാണോ ഉള്ളത് നിങ്ങളുടെ പരിചയത്തിൽ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ നോക്കുക. അവരുടെ അടുത്ത് നിന്ന് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എടുക്കാൻ നോക്കുക. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എടുത്തിട്ട് അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാ കൺസൾട്ടൻസീസ് ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നില്ല കൺസൾട്ടൻസീസ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അത് വിശ്വസിച്ചിട്ട് ഒരുപാട് പേര് പെട്ടുപോകുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് നേരിട്ട് അറിയാവുന്നവരുണ്ട് ഈ കൺസൾട്ടൻസീസിൻ്റെ വാക്കും കേട്ട് വിശ്വസിച്ച് പോകുന്നവർ. സോ കൺസൾട്ടൻസീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലതാണ്, കുറേ കാര്യങ്ങൾ നല്ലതാണ്. പക്ഷേ അവർ പറയുന്ന ഫുള്ളായിട്ട് കാര്യങ്ങൾ നിങ്ങൾ എടുക്കരുത്. അറ്റ് ദ സെയിം ടൈം ആ ഒരു ടോക്കിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ ആരെങ്കിലും അവിടെ കണ്ടെത്തിയിട്ട് അവരുടെ അടുത്തും കൂടെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു.